കനത്ത മഴ പല സ്ഥലങ്ങളിലും തുടരുന്നു. ഇടുക്കി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്ന കാരണം അതിൻ്റെ താഴ്ഭാഗങ്ങളിലും അതുപോലെ പെരിയാറിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ആളുകൾ ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കണം. മഴ മുന്നറിയിപ്പുകളും അതുപോലെ മഴയെക്കുറിച്ചുള്ള കെടുതികളുടെ വാർത്തകളും ഒക്കെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മളെ അറിയിക്കാം. അതിനുള്ള നമ്പർ കൂടി കാണിച്ചു തരും. ക്രിസോസ്റ്റം തിരുമേനി യഥാർത്ഥത്തിൽ എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു തിരുമേനിയാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം കൂടുതൽ തമാശ പറയാൻ കഴിയുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് അത്രയും അടുപ്പം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പലപ്പോഴും അദ്ദേഹം ഫോണിലൊക്കെ സംസാരിക്കുമ്പോഴും ചില തമാശകൾ പൊട്ടിക്കാൻ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. എപ്പോഴും വളരെ ഉല്ലാസവാനായിരുന്നു. എനിക്കിപ്പോൾ എൻ്റെ ഗവേഷണ വിഭാഗം പറയുന്നു, അദ്ദേഹം ചുമടെടുത്തത് കൊൽക്കത്തയിലല്ല, ചെന്നൈയിലെ ജോലാർപേട്ടയിലാണ്. തമിഴ്നാട്ടിലെ ജോലാർപേട്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം തൊഴിലാളികളുടെ ആത്മദുഃഖവും സങ്കടവും മനസ്സിലാക്കാൻ വേണ്ടി വലിയ വലിയ കിൻഡൽ ചാക്കുകൾ തലയിൽ ചുമന്ന് അദ്ദേഹം അവരുടെ ദുഃഖം നേരിട്ട് അനുഭവിച്ചറിഞ്ഞത് എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു റിസർച്ച് ടീം. ഇപ്പോൾ തുറന്നിരിക്കുന്ന ഡാം കല്ലാർകുട്ടിയാണ്. ഇടുക്കി ഡാം തുറന്നിട്ടില്ലെന്ന് രാഹുൽ വിജയൻ അറിയിക്കുന്നു. ഇനി കാലവർഷത്തിൻ്റെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ കാലവർഷം വീണ്ടും സജീവമാകുന്നു. ഇന്ന് 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഒരാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി, പാംബ്ല ഡാമുകൾ തുറന്നു. ഈ 2 ഡാമുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. പെരിയാറിൻ്റെയും മുതിരപ്പുഴയാറിൻ്റെയും തീരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ഈ മഴയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അലർട്ടിനെ കുറിച്ച് പറയാനുമായി സലീം മാലിക് ചേരും. അതുപോലെ ഈ കല്ലാർകുട്ടി, പാംബ്ല ഡാമുകൾ തുറന്നതിൻ്റെ വിവരങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം സലീം മാലിക്കിലേക്ക്. സലീം ആൻഡ് രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയൂ, എന്തൊക്കെ അലർട്ടുകൾ, മുന്നറിയിപ്പുകളാണ് ഇന്ന് എത്തിയിട്ടുള്ളത്? ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും ശക്തമാകുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴയും പെയ്തിട്ടുണ്ട്. നിലവിൽ 9 ജില്ലകളിലാണ് ഇന്നും നാളെയും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, വയനാട് ഈ 5 ജില്ലകൾ ഒഴികെ ബാക്കി മുഴുവൻ ജില്ലകളിലും ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെയും സമാനമായി ഇതേ ജില്ലകളിൽ മാത്രമാണ് മുന്നറിയിപ്പില്ലാത്തത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. അത് ഒറ്റപ്പെട്ട മഴയായിരിക്കും. രാത്രികാലങ്ങളിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. മലയോര മേഖലകളിലും ഒപ്പം തന്നെ തീരമേഖലകളിലും ഉൾപ്പെടെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 14-ാം തീയതി വരെയും ഈ ശക്തമായ മഴ തുടരും എന്നുള്ളതാണ് നിലവിലെ നിരീക്ഷണം. അതിൽ 14-ാം തീയതി ഈ മഴ നിലവിൽ 14-ാം തീയതി വരെ തുടരുമെന്ന് പറയുന്ന 14-ാം തീയതി സംസ്ഥാനത്തിന്റെ മുഴുവൻ ജില്ലകളിലും നിലവിലെ കണക്ക് പ്രകാരം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും കനത്ത മഴയുടെ ഒരു ദിവസങ്ങളാണ് കടന്നു വരുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ആദ്യഘട്ടത്തിലെ കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ പെയ്തതിന്റെ അത്രയും തോതിൽ മഴ പെയ്യില്ല എന്നുള്ള സൂചന കൂടിയുണ്ട്. അങ്ങനെയാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കാരണം നേരത്തെ പെയ്തത് ജൂൺ ആരംഭിച്ചപ്പോൾ പെയ്തത് പ്രതീക്ഷിച്ചതിലും അധികം മഴയായിരുന്നു. പ്രതീക്ഷിച്ചതിലും സാധാരണഗതിയിൽ പെയ്യുന്നതിലും അധികം മഴയായിരുന്നു പെയ്തിരുന്നത്. അത്രയധികം അളവ് ഇത്തവണത്തെ ഈ 2ാം ഘട്ട മഴയ്ക്കുണ്ടാവില്ല. പക്ഷേ പലയിടങ്ങളിലും ശക്തിയായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പരിസ്ഥിതി ലോല മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് പൂർണ്ണമായും അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും പരിഗണിക്കുകയും ചെയ്യണമെന്ന മുന്നറിയിപ്പ് കൂടി സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ജാഗ്രതകൾ പാലിക്കണം.